ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി പാസ്ത ഇൻ വൈറ്റ് സോസ്. ഹോം മെയ്ഡ് വൈറ്റ് സോസിനകത്ത് കുക്ക് ചെയ്ത പാസ്ത മിക്സ് ചെയ്ത് പാസ്ത ഉണ്ടാക്കുന്നു. അപ്പം നമുക്ക് ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഇത് 1 കിലോയുടെ പാസ്തയാണ്. ഇത് ഫുള്ള് വേണ്ട, നമുക്ക് ഇതിന്റെ പകുതിയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം അതിനുവേണ്ടി 1/2 കിലോയോളം പാസ്ത ഇതിലേക്ക് ഇട്ടിട്ട് ഇനിയും ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണ് സോൾട്ടും കുറച്ച് ഇതത് വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി 1 സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഇതിൻ്റെ മൂടി അടച്ച് ഇതൊന്ന് വേകാൻ വേണ്ടി വെക്കാം. വെന്ത് കഴിഞ്ഞ് ഇനിയും നമുക്ക് കാണാം. അപ്പം ഈ പാസ്ത നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ പാസ്തയിലേക്ക് ചേർക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഒക്കെ നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള അതൊക്കെ ചേർക്കാം. ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾ ആണ് ഞാൻ ചേർക്കുന്നത്. അത് ക്യാരറ്റും ബീൻസും ബ്രോക്കോളിയും ഉണ്ട്. നിങ്ങൾക്ക് ഈ പാസ്തയിലേക്ക് എന്തൊക്കെ ചേർക്കണോ അതൊക്കെ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് ചേർക്കാം. ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾ ഇരിപ്പുണ്ട്. ക്യാരറ്റും കോണും ബീൻസും ബ്രോക്കോളിയും അതും ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. 1 സ്പൂൺ റീഫൈൻഡ് ഓയിൽ പാനിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ എല്ലാം കൂടെ അതിലേക്ക് ഇടുവാണ്. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 സ്പൂണോളം സോൾട്ട് ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാൻ വിടണം. ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കണം. റിഫൈൻഡ് ഓയിൽ ഒഴിച്ചതിലേക്കാണ് 2 സ്പൂണ് ബട്ടർ ഇടണം. അപ്പം ഈ ബട്ടർ സ്ട്രെയിറ്റ് ചൂടായ പാനിലേക്ക് ഇട്ടാല് ചിലപ്പം കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റിഫൈൻഡ് ഓയിൽ ഇട്ടിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടത്. ഇനിയും ഇതിലേക്ക് 2 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി വട്ടത്തിൽ അരിഞ്ഞത് ഇടണം. അത് ആ നെയ്യിൽ കിടന്ന് മൊരിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആ പാസ്തയ്ക്ക് കൊടുക്കും. അതിനുവേണ്ടിയാണ് ആദ്യം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തത്. അതിലേക്ക് 1 ചെറിയ സ്പൂണ് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് ഇളക്കി ആ ബട്ടറിലേക്ക് 1.5 സ്പൂണ് കോൺഫ്ലവർ ചേർക്കണം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയും ചേർക്കാം. അത് ചെറിയ തീയിലിട്ട് ആ ബട്ടറിൽ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. ആ മൈദ നല്ലൊരു മണമാണ് ഇപ്പം വരുന്നത്. ഈ കിച്ചൺ നിറച്ചും ഈ ബട്ടറില് ഈ കോൺഫ്ലവർ ഫ്രൈ ആയതിന്റെ ഒരു മണം വരുന്നുണ്ട്. ഇതിലേക്കും ഇനിയും 1.5 കപ്പ് മിൽക്ക്. ഈ മിൽക്ക് ചേർക്കുന്നതിന് പകരം ഫ്രഷ് ക്രീം അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പകരം ഞാൻ ഈ കോൺഫ്ലവറിൽ മിൽക്കാണ് ചേർത്തത്. ഇപ്പം മീഡിയം ഫ്ലെയിമില് തീയാക്കി ഇനിയും ഇതൊന്ന് നല്ലവണ്ണം ഒരു ചെറിയ തിള വരുമ്പോൾ ഇപ്പം അതിലേക്ക് നമ്മൾ മൊസറല്ല ചീസിന്റെ അളവൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇത് ചെഡാർ ചീസ്. അതിലേക്ക് നമ്മൾ സാൻഡ്വിച്ചിന് ഉപയോഗിക്കുന്ന സ്ലൈസ്ഡ് ചീസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മൊസറല്ല ചീസ് നമുക്ക് കട്ട് ചെയ്ത് അതും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാൻ ചെറിയൊരു കഷ്ണം മൊസറല്ല ചീസ് കട്ട് ചെയ്ത് ഉപയോഗിച്ചു.
നമ്മള് പാസ്റ്റ വെന്തപ്പം 1 സ്പൂണ് സോൾട്ട് ചേർത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഇപ്പോൾ തീ ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കണം. ഇനിയും 1/2 സ്പൂണ് സോൾട്ട് ചേർക്കണം. ഇതിലേക്ക് വെന്ത പാസ്റ്റ ഇതിലേക്ക് ചേർക്കണം. ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം ഈ സോസ് കട്ടി ആകുവാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മള് ടേസ്റ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതില് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോന്ന്. ഉപ്പെല്ലാം പരുവത്തിനുണ്ട്. നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. ഫൈനലി ഇതിനകത്തേക്ക് നമ്മള് കുറച്ചുകൂടെ ഫ്രഷ് പെപ്പർ ക്രഷ്ഡ് ആയിട്ട് ചേർക്കണം. ഫ്രഷ് പെപ്പർ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും കൊടുക്കും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തീ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഫൈനൽ ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഇടാം. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഇന്നത്തെ വൈറ്റ് സോസിൽ പാസ്റ്റ കുക്ക് ചെയ്തത്. ഇനിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്കും ഇതുപോലെ നല്ല ടേസ്റ്റിയായ ഒരു വൈറ്റ് സോസ് പാസ്റ്റ റെഡിയാക്കാം. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരും വരേക്കും ബായ്. താങ്ക് യു ഓൾ. എൻ്റെ മിനീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, അതനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഓൾ. ബൈ നൗ.